വീടുകളിൽ ഗുരുതരമായ രോഗം ബാധിച്ച രോഗികളോ, അതായത് ഹാർട്ട്, കിഡ്നി, ക്യാൻസർ ഇതുപോലുള്ള രോഗങ്ങൾ ബാധിച്ച രോഗികൾ, സർജറി കഴിഞ്ഞവർ, അപകടമരണം സംഭവിച്ച ആളുകളുടെ വീട്ടുകാർ, ഇങ്ങനെയുള്ള ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് CMDRF സഹായം കിട്ടുന്നതിന് വേണ്ടി അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഇത് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. ഇതിന് എല്ലാ കാർഡുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം എന്ന് മാത്രമേയുള്ളൂ. ഗുരുതര രോഗം ബാധിച്ചവർ, തുടർ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്നവർ, അതുമല്ലെങ്കിൽ എല്ലാ മാസവും കൃത്യമായി മെഡിസിൻ ഉപയോഗിക്കുന്നവർ, ഇവരെല്ലാം തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇതിന് ഹോസ്പിറ്റലിൽ അറിയിച്ചാൽ മതി. മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അപേക്ഷിക്കുന്നതിന് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തരണമെന്ന് പറഞ്ഞാൽ രോഗിയുടെ വിവരങ്ങൾ, തുടർ ചികിത്സയ്ക്കുള്ള വിവരങ്ങൾ, എത്ര രൂപ ചിലവാകും എന്ന് ഉള്ള ഒരു എസ്റ്റിമേറ്റ്, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു സർട്ടിഫിക്കറ്റ് അവർ ഇഷ്യൂ ചെയ്തു തരും. ആശുപത്രിയുടെ സൈൻ, സീൽ എല്ലാം കൃത്യമായി ഉണ്ടായിരിക്കണം. അതിന് നമ്മൾ വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ കൂടി വെച്ച് അതോടൊപ്പം ഗുണഭോക്താവിന്റെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം വയ്ക്കേണ്ടതുണ്ട്. ഈ ദുരിതാശ്വാസത്തിന് വ്യത്യസ്തമായ അസുഖങ്ങൾക്ക് വ്യത്യസ്തമായ തുകകളാണുള്ളത്. ഉദാഹരണത്തിന് അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കും തുടർന്നുള്ള ചികിത്സയ്ക്കും വേണ്ടി പരമാവധി 3 ലക്ഷം രൂപ വരെ തരുന്നതാണ്. അതുപോലെ തന്നെ കുടുംബനാഥനോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആരെങ്കിലുമോ അപ്രതീക്ഷിതമായി അപകടത്തിലൂടെ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ആ കുടുംബത്തിന് അടിയന്തര സഹായമായി 1 ലക്ഷം രൂപ വരെ കൊടുക്കുന്നുണ്ട്. അപകട മരണങ്ങളുടെ കാര്യത്തിൽ സർക്കാർ സഹായം ലഭിക്കുന്നതിനായിട്ട് പോലീസ് തയ്യാറാക്കിയ FIRന്റെ കോപ്പിയും തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വയ്ക്കേണ്ടതാണ്. കോപ്പിയോടൊപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, മരണ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയും സമർപ്പിക്കേണ്ടതുണ്ട്. മറ്റു ഗുരുതരമായ അസുഖമുള്ളവർ ചികിത്സാ ചിലവിന്റെ എസ്റ്റിമേറ്റ് അനുസരിച്ച് 5000 രൂപ മുതൽ 10,000 രൂപ വരെയും, ചില സാഹചര്യത്തിൽ 20,000 രൂപ വരെയും അവരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് അനുവദിക്കാറുണ്ട്. ഓൺലൈൻ അപേക്ഷിക്കുവാൻ ഗുണഭോക്താക്കൾ പ്രധാനപ്പെട്ട ചില രേഖകൾ കരുതി വയ്ക്കണം. ഒരു വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ആധാർ കാർഡ്, റേഷൻ കാർഡ് തുടങ്ങിയവയുടെ കോപ്പിയും, നേരിട്ടെത്തുന്നതിനായി നിലവിൽ സജീവമായിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്ബുക്ക് വിവരങ്ങളും സമർപ്പിക്കണം. അപേക്ഷിച്ചതിന്റെ പുരോഗതി അറിയുന്നതിനായി ഒരു മൊബൈൽ നമ്പറും ഇമെയിൽ ID ഉണ്ടെങ്കിൽ അതും അത്യാവശ്യമാണ്. അപേക്ഷ സമർപ്പിച്ചാൽ ഉടൻ തന്നെ ഗുണഭോക്താവിന്റെ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ID സന്ദേശമായി എത്തുന്നതായിരിക്കും. ഈ ID ഉപയോഗിച്ചുകൊണ്ട് cmdrf.kerala.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിലോ അന്വേഷിച്ചാൽ ഇപ്പോഴത്തെ സ്ഥിതി അറിയാൻ സാധിക്കുന്നതാണ്. സാധാരണയായി ഒരു പ്രാവശ്യം തുക കൈപ്പറ്റിയ ആൾക്ക് തുടർന്ന് അപേക്ഷിക്കാൻ സാധിക്കില്ല. എന്നാൽ ക്യാൻസർ, ഹൃദ്രോഗം പോലുള്ള അസുഖം ബാധിച്ച ഗുരുതരമായ രോഗാവസ്ഥയിലൂടെ കടന്നുപോകുന്ന ആളുകൾക്ക് വലിയ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ഇത്തരക്കാർക്ക് 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തുടർ ചികിത്സയ്ക്ക് അപേക്ഷിക്കാവുന്നതാകുന്നു. രോഗങ്ങൾക്ക് പുറമെ പ്രകൃതിക്ഷോഭം മൂലം അപ്രതീക്ഷിതമായി നഷ്ടം സംഭവിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്.